ലീന, കമോൺ. ഞാൻ കേൾക്കുന്നുണ്ട്. കുട്ടിയുടെ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. പറയൂ, എല്ലാം പറയൂ. പലപ്പോഴും ഞാൻ രാജീവിനെ കാണാറുണ്ടായിരുന്നു. അവിചാരിതമെന്ന് തോന്നിയ കണ്ടുമുട്ടലുകൾ. അപ്പോഴൊക്കെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ എന്നെ കടന്നുപോയി. ഒന്ന് ചിരിച്ചെന്ന് വരുത്തി, അത്രമാത്രം. +2 കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചേർന്നു. ഒരിക്കൽ നേരത്തെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഞാൻ. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എതിരെ രാജീവിനെ ഞാൻ കണ്ടു. ഹായ്, മനസ്സിലായോ എന്നെ? ഞാൻ രാജീവ്. കുട്ടിയെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം. ലീനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയല്ല. എൻ്റെ ജീവിതത്തിലേക്ക് ലീനയെ ക്ഷണിക്കുന്നു. ഞാനൊരു മറുപടിയും കൊടുത്തില്ല. എന്നിട്ടും രാജീവ് എന്നെ പിന്നെയും പിന്തുടർന്നു. വീട്ടിൽ, കോളേജിൽ, പള്ളിയിൽ, വഴിയിടങ്ങളിൽ പല വേഷത്തിലും രൂപത്തിലും അയാൾ വന്നുകൊണ്ടേയിരുന്നു. ആരും അതത്ര കാര്യമാക്കിയതുമില്ല. ക്രമേണ എൻ്റെ മനസ്സും കൈവിട്ടുപോയി. അറിയാതെ ഒരിഷ്ടം എനിക്കും ഉണ്ടായി. താങ്ക് യു. കഴിക്ക്. എനിക്കറിയാമായിരുന്നു ഞാൻ വിളിച്ച ലീന വരുമെന്ന്. എന്നും ഇങ്ങനെ എന്നോടൊപ്പം ഉണ്ടാവണം. എന്താ, കേട്ടോ? വേഗം പോകാം, എനിക്കെന്തോ പേടിയാവുന്നു. ഹേയ്, എന്തിന്? ഞാനില്ല കൂടെ. ലീനക്കിനി ഞാൻ മാത്രം മതി. എൻ്റെ പൊന്നുപോലെ ഞാൻ സൂക്ഷിച്ചോളാം. എനിക്കെന്തോ വല്ലാത്ത പേടിയായിരുന്നു രാജീവിനോട് അടുക്കുമ്പോഴെല്ലാം. എന്നിട്ടും അകന്ന് നിൽക്കാതിരിക്കാനുള്ള എന്തോ ഒരടുപ്പവും അകലാതെ നിന്നു. ഒരിക്കൽ ഒരു ദിവസം കോളേജിൽ നിന്ന് മടങ്ങുമ്പോൾ എൻ്റെ കൂടെ എന്നോടൊപ്പം പഠിക്കുന്ന റിയാസും ഉണ്ടായിരുന്നു അന്ന്. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതാ, കേൾക്കില്ലല്ലേ? ഇവളോടൊപ്പം നിന്നെ കണ്ട കൊന്നുകളി ഞാൻ. അതെന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? നോക്കിക്കടാ. റിയാസ് അതൊരു ഇഷ്യൂ ആക്കി മാറ്റി. അവൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് രാജീവിനെ ഉപദ്രവിച്ചു. അതൊരു പകയായി വളർന്നു. എൻ്റെ വീട്ടിലറിഞ്ഞു. പഠിത്തം മുടങ്ങി. രാജീവ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ഞാൻ അയാളെ അവഗണിച്ചു. എൻ്റെ പപ്പ ബഹളം ഉണ്ടാക്കി. ആളുകൾ കൂടി. ആ ബന്ധം അതോടെ തീർന്നെന്ന് ഞാൻ കരുതി. പക്ഷേ അയാൾ വെറുതെ ഇരുന്നില്ല. എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത വിധം ദ്രോഹം ചെയ്തുകൊണ്ടേയിരുന്നു. അയാളുമായി പരിചയപ്പെടേണ്ടി വന്നു. ആ നിമിഷത്തെ ഓർത്ത് ഞാൻ ലീന, ഡോണ്ട് വറി, ഡോണ്ട് വറി. സത്യമായും അന്നേ നിർത്തിയതാണ് ഞാൻ ആ ബന്ധം.
എന്നിട്ടും എനിക്ക് ജീവിക്കാനാവാത്ത വിധം അയാൾ എന്നെ ശല്യം ചെയ്യുകയാണ്. പല ആലോചനകളും മുടങ്ങി. എതിരിടാൻ ഞങ്ങൾക്കാവില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പലരും പറഞ്ഞു. ചെയ്തില്ല. പേടിയാണ് ഡോക്ടർ. ജീവിക്കാൻ പോലും പേടിയാണ്. രാജീവ് എന്നെ കൊല്ലും. അയാൾ ആത്മഹത്യ ചെയ്യും. പറഞ്ഞതാണ് എന്നോട്. പ്ലീസ്. വെൽ, ഇറ്റ് ഈസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ചികിത്സിക്കേണ്ടത് അയാളെയാണ്. ലീനയോട് രാജീവിന് തോന്നിയ ഇഷ്ടം ക്രമേണ ഓവർ പൊസസീവ്നെസ്സായി രൂപപ്പെടുകയായിരുന്നു. ഡോക്ടർ, അയാൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അയാളുടെ പുറകെ നടക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. എൻ്റെ മോളുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? There is a command from Freud, the famous psychologist. Before the age of 7, parents either make or break a child. രാജീവാണ് ആ victim. മനസ്സിലായില്ല. ഞാൻ വിശദമാക്കാം. ഇതുപോലുള്ള പല കേസുകളും എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വന്തം വയറ്റിൽ വളർന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള കടുത്ത തീരുമാനം ഭാര്യയും ഭർത്താവും കൂടി എടുക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കാതെ ആ കുഞ്ഞു പിറന്നു വീഴും. പാരൻസ് പഴയതെല്ലാം മറന്ന് സന്തോഷിക്കും. ബട്ട് ഗർഭാവസ്ഥയിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആഞ്ഞു തുളച്ചു കയറുന്ന നെഗറ്റീവ് തോട്ട്സ് അബോർട്ട് ചെയ്തേക്കാമെന്നുള്ള മുന്നറിവ് കുഞ്ഞു ജീവിക്കുമ്പോഴും അതിൻ്റെ ഉപബോധ മനസ്സിൽ മായാതെ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഫ്രോയിഡും പറഞ്ഞു വച്ചത്. രാജീവിനും അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതൊക്കെ മാറി അയാൾ മറ്റൊരാളായിരിക്കാം. എ കൂൾ ആൻഡ് കാം പേഴ്സണാലിറ്റി. പക്ഷേ സ്നേഹമെന്നൊരു വികാരം അവനെ അങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ലീനയിൽ അവനത് കണ്ടു. അതിനുള്ള സാഹചര്യമുണ്ടായി. നാച്ചുറലി സ്നേഹം പ്രേമമായും പ്രേമം കാമമായും മാറി. ലീനയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. എന്റെ മോള് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ട്രീറ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല. ജസ്റ്റ് ഫോർഗെറ്റ് ഹിം. ഒന്നൊഴിഞ്ഞു നിൽക്കുക, കാണാതിരിക്കുക. വേണ്ടി വന്നാൽ ഇൻഫോം ദ പോലീസ്. ബിക്കോസ് ലീന നഷ്ടമാകുമെന്നറിഞ്ഞാൽ അയാൾ വയലന്റ് ആകും. ഒരു റിവെഞ്ചിന് പോലും മടി കാണിക്കില്ല. ലീനയ്ക്കെതിരെ അറ്റാക്ക് ഉണ്ടാകാതെ നോക്കുക. തനിക്ക് കിട്ടാത്തത് നശിക്കാനും നശിപ്പിക്കാനുമാണ് ഇത്തരം ഡിസോർഡർ ഉള്ളവർ ചെയ്യുക. ഏതവസരത്തിലാണാവോ എന്റെ മോളി കൂൾ ഡൗൺ. പരിചയത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഒക്കെ പേരിൽ പല ജീവിതങ്ങളും ഇങ്ങനെ കൈവിട്ടു പോയേക്കാം. നല്ല റിലേഷൻഷിപ്പ് തിരിച്ചറിയാൻ വൈകുന്നിടത്താണ് ഇത്തരം കൂട്ടുകെട്ടുകൾ അപകടമാവുന്നത്. ഇടയ്ക്ക് കയറുന്നൊരു ചെകുത്താൻ. ബൈബിളിൽ പോലും സാത്താന്റെ പ്രലോഭനങ്ങൾ വ്യക്തമാണല്ലോ. എല്ലാം തനിക്കെന്ന് ചിന്തിക്കുന്നിടത്ത് അവൻ ആളാകും. ഓക്കെ ലീന, ഡോണ്ട് വറി. ബിലീവ് ഇൻ ഓൾമൈറ്റി ഗോഡ്. ദൈവം വഴികാട്ടും.
എല്ലാം അറിഞ്ഞുകൊണ്ട് ലീനയെ സ്വീകരിക്കാൻ ഒരാൾ വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചിറക് വയ്ക്കും. ആ ദൂത് അയാളിലും എത്തും. ലീനയ്ക്ക് വേണ്ടി വരുന്ന ആ ചെറുപ്പക്കാരനിൽ. ഇനി എന്തെങ്കിലും പ്രശ്നം? എത്രയും പെട്ടെന്ന് ലീനയുടെ മാരേജ് നടത്താൻ നോക്കൂ. പിന്നെ അവർ നോക്കിക്കോളും അവരുടെ കാര്യം. ഇനിയുമുണ്ട് 2-2.5 മണിക്കൂറുള്ള യാത്ര. പതിവില്ലാത്ത യാത്രയല്ലേ, ഇവനൊന്ന് ഉടയും. അച്ചാച്ചൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ദുബായി പോണേ മുന്നേ ഞാൻ ഈ വഴിയൊക്കെ ശീലിച്ചിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഇങ്ങനൊരു ടെൻഷനില്ലായിരുന്നല്ലോ. ഇന്നേ നിന്റെ പെണ്ണ് കാണലാ. ഒന്നും പോവാ അച്ചാച്ച. പെണ്ണ് കാണലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. നമ്മുടെ കാറ് സമയത്ത് കിട്ടാതായതുകൊണ്ടാ കുഴപ്പമായത്. ജോണി ചേട്ടൻ വന്ന ഭാഗ്യം. അതാണ് ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ പാതിരാക്കി എത്തിയത്. ഒരു ചെറിയ മിസ്സിംഗ് കാണിച്ചതാ. കുഴപ്പമെങ്കിൽ വേറെ വണ്ടി നോക്കേണ്ടി വന്നേനെ. ഇവനെ പെണ്ണ് കെട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. ഈ യാത്ര കൂടി മുടങ്ങിയിരുന്നെങ്കിൽ വീണ്ടും കാത്തിരിപ്പായേനെ. അച്ചാച്ചന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആരെങ്കിലും കയറി കെട്ടാൻ പറ്റുമോ? ഒന്ന് ഒത്തുവരണ്ടേ? ഇത് എന്തായാലും നടക്കും. അത് പലതവണ ഞാനും മനസ്സിൽ ഉറപ്പിച്ചതാ. അപ്പ വരും എന്തെങ്കിലും ഒരു മുടക്ക്. നിറം പോരാ, പൊക്കം ചേരില്ല, വണ്ണം കൂടിപ്പോയി, വണ്ണം കുറഞ്ഞു പോയി, അങ്ങനെ ഒരു 100 കൂട്ടം മുടന്ത ന്യായങ്ങൾ. കെട്ടിയെടുക്കുന്നതേ താൽക്കാലികമായിട്ടൊന്നും അല്ലല്ലോ. അപ്പൊ നല്ല ക്ഷമ വേണം. പിന്നെ ഈ ആലോചന എങ്ങനെ വന്നു? അതും എറണാകുളത്ത് നിന്ന്. ഇവന്റെ ഒരു ഫ്രണ്ട് വഴിയാ. ഓ, ദുബായിൽ വെച്ച് സംസാരിച്ചു അത്രേ. നേരിട്ടോ? ഏയ്, ഫോണില്. ആ, ഇവൻ അങ്ങ് ബോധിക്കുകയും ചെയ്തു. ഫോട്ടോ കണ്ടതല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. എന്താകോ ആവോ. അച്ചാച്ച നോക്കിക്കോ, ഇത് നടക്കും. ആഹാ, അത്രയ്ക്ക് ഉറപ്പായോ? ആ, എന്നാ നടക്കും. ആ, ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ അത്? അതും ഇവന്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞതാ. ആ കുട്ടിക്ക്, ലീനയ്ക്ക് ഇടയ്ക്ക് ഒരു മാർഗതടസ്സം. അത്താഴം മുടക്കാൻ നീർക്കോലി കടിച്ചാലും മതിയല്ലോ. ആ നീർക്കോലുടെ തലക്കൊരു കൊട്ടു കൊടുത്താൽ മതി. വേണേ പറഞ്ഞാൽ മതി. ആ കാര്യം ഞാൻ ഏറ്റ്. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. അയ്യോ ചേട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലീനയെ ഒന്ന് കാണണം, സംസാരിക്കണം. അത് കഴിഞ്ഞ് മതിയല്ലോ വിസ്തരിച്ചുള്ള ചടങ്ങൊക്കെ. എന്തായാലും പ്രാർത്ഥിക്കാം. നടക്കാനുള്ളതാണെങ്കിൽ നടക്കും. ആ, തടസ്സങ്ങളൊക്കെ മാറ്റാൻ വഴിയില്ലാതാവില്ലല്ലോ. പുതിയ ഇറക്കുമതിയാണല്ലോ. ഇങ്ങനെ ഒരുത്തിനെ ഈ വഴി കണ്ടിട്ടേ ഇല്ല. നിർത്താം. അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. അതൊന്നും വേണ്ട. വല്ല കേണിയാവും. അവന്റെ കോലം കണ്ട. ഏയ് ഒന്ന് നിർത്തണേ. ജോണി ചേട്ടാ നിർത്ത്, അയാളെ കേറ്റാം. വേണ്ടാത്ത പൊല്ലാപ്പാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മനുഷ്യനെ മെനക്കെടുത്താൻ. അതൊക്കെ ഞാൻ ഏറ്റു. പാവം കേറിക്കോട്ടെ. സാരമില്ല ജോണി, അയാളെ അവോയ്ഡ് ചെയ്യണ്ട. ആ, അങ്ങനെ വഴിക്കുവാ. നിർത്ത് 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 നിർത്ത്. ആരാ? എങ്ങോട്ടാ? ഒരുപാട് നേരായി ഞാൻ കാത്തു നിൽക്കുന്നു. വണ്ടിയൊന്നും കിട്ടിയില്ല. എറണാകുളത്തേക്കാ. ആഹാ, ഞങ്ങളും അങ്ങോട്ട് തന്നെയാ. എന്നാ കേറിക്കോട്ടെ. ഡ്രൈവറേട്ടന് എന്നെ കയറ്റാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. കേറാമോ? ആ, കേറിക്കോളൂ. ഓ സന്തോഷം. ഒരു നിമിഷം ഞാനതൊന്ന് എടുത്തോട്ടെ. ഓ, എന്റെ ഒരു ചങ്ങാതിയാ, വിളിക്കട്ടെ. സൂയി. മാറിയത് തന്നെ. ഇതിപ്പോ കുരിശാവോ ദൈവമേ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഞാൻ മാനത്ത് കാണും. ദേ നോക്കിക്കോ. ഏയ് സുയി 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 സുയി. ഇതുവരും കൺകെട്ട് ജാലവിദ്യ കോമാളിത്തരം. ഏയ് സുയി,
ഇനി നിനക്കും വണ്ടി കയറാം. വാ, ഇനി ഞങ്ങള് കയറിക്കോട്ടെ. ചെപ്പടി വിദ്യയൊക്കെ കയ്യിലുണ്ടേ. പോ. ആ ശരി, പോവാ. സാരമില്ല, ഇനി ഇവൻ ഞാൻ പറഞ്ഞിട്ട് റെഡിയാവും. എന്നെ കണ്ടപ്പോ എന്റെ കൂടെ കൂടിയതാ. എന്റെ കൂടെ കൂടിയാ ഇങ്ങനെയൊക്കെ ആകും. അപ്പൊ സ്വന്തമല്ലേ? എല്ലാം ദൈവത്തിൻ്റെതല്ലേ, സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. പേ പിടിക്കുമ്പോഴും കാണണം. ഈ ചേട്ടനാളൊരു മുൻശുണ്ടിയാ. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ല. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? ആ, റാഫി എന്ന് വിളിച്ചോളൂ. റാഫി, നല്ല പേര്. തൃശ്ശൂക്കാരനാണോ? അങ്ങനെയൊന്നുമില്ല, ഞാനൊരു നാടോടി ടൈപ്പാ. ഒറ്റയ്ക്കാ, ആരുമില്ല. എറണാകുളത്ത് എവിടേക്കാ? മനസ്സിൽ തോന്നുമ്പോൾ തീർത്ഥയാത്ര പോകാറുണ്ട്. എറണാകുളത്ത് സ്നാപയോഹനാൻ വിശുദ്ധന്റെ ഒരു പള്ളിയുണ്ട്. പക്ഷേ റാഫേൽ മാലാഖയുടെ പേരില പള്ളിയുടെ പ്രശസ്തി. ആളങ്ങനെ പറന്നിറങ്ങുന്ന കൂട്ടത്തിലല്ലോ. അതെ അതെ, എന്നാ ഒന്ന് കാണാന്ന് വെച്ചു. ആളൊരു രസികൻ തന്നെ. ഞങ്ങളും അങ്ങോട്ടാ. ആഹാ, നേർച്ചയാണോ? പ്രധാനമായിട്ടും ഇവന്റെ പെണ്ണ് കാണല. ആഹാ, കൊള്ളാലോ. കാര്യങ്ങൾ നടക്കട്ടെ. ആ, പേര് അഭിലാഷ്. റാഫി പറഞ്ഞ പള്ളിയാ പെണ്ണിന്റെ ഇടവക. പള്ളിയുടെ അടുത്ത് തന്നെ വീട്. പള്ളിയുടെ അടുത്തെന്ന് പറയുമ്പോ ആ കിഴക്കേ വശത്തെ പള്ളി കോമ്പൗണ്ടിനോട് ചേർന്നുള്ള ഇരുനില വീടാണോ? അതെ. ലീന എന്നാണോ പെണ്ണിന്റെ പേര്? അതെ. എങ്ങനെ അറിയാം? നാടോടിയാണെന്ന് പറഞ്ഞിട്ട് നല്ല നിശ്ചയമുണ്ടല്ലോ എല്ലാം. എന്താ, ലീനയെ അറിയോ? ആ, അറിയാം. എൻ്റെ ഒരു ബന്ധു കൂടിയാണവർ. ആഹാ. ആ, പാവം, നല്ല കുട്ടിയാ. നിങ്ങൾ തമ്മിൽ ചേരും. അല്ല, നിങ്ങൾ ബന്ധുക്കാരാണെങ്കിൽ ആ പെണ്ണിന്റെ കേസിൽ എന്തോ തടസ്സമുണ്ടെന്നേക്കണ്ടല്ലോ, അറിയാമോ? എന്തായാലും ഡ്രൈവർ ചേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ലീന തെറ്റുകാരിയല്ല. ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് രാജീവുമായുള്ള അടുപ്പം വഴിമാറിയപ്പോൾ അയാൾക്കതൊരു വലിയ സ്വാർത്ഥതയായി മാറി. അയാളുടെ ഭാവവും മാനസിക സംഘർഷവും കണ്ടപ്പോൾ ലീന ഭയന്നു. അവൾ പതിയെ പിന്മാറി തുടങ്ങി. അങ്ങനെ ആകാനേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. അയാൾ വെറുതെ ഇരുന്നില്ല. ലീനയെ കഴിയുന്നിടത്തോളം ഉപദ്രവിച്ചു. എല്ലാം അവൾ സഹിച്ചു. നിവർത്തികേടായപ്പോൾ പ്രതികരിച്ചു. അയാൾ ഭ്രാന്ത് പോലെ അവളെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങി. ഒന്നുകിൽ ലീനയെ അയാൾക്ക്, അല്ലെങ്കിൽ ആർക്കുമില്ലാതാകണം. പാവം, ഒരു പെണ്ണിന്റെ ഭാവിയെ ചൊല്ലിയാകുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെയല്ലേ എല്ലാം നേരിടുക. ലീനയ്ക്ക് വന്ന വിവാഹാലോചനകൾ മുടങ്ങി. അയാൾ മുടക്കി. ഇനിയിപ്പോ നിങ്ങളുടെ ഊഴം. എന്തായിരിക്കും തീരുമാനം? സത്യം ഞാൻ പറഞ്ഞതാണ്, പക്ഷേ നിർബന്ധിക്കില്ല കേട്ടോ. ലീനയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ പിന്മാറില്ല. ആ കൊച്ചിന്റെ ഭാവി കളയാൻ നടക്കുന്ന അവനെ സൂക്ഷിക്കണം. അവനൊക്കെ എന്തും ചെയ്യാൻ പഠിക്കില്ല. അപ്പോ ശരിക്കും അതാണ് യഥാർത്ഥ പ്രശ്നം. ഒരു കയ്യാകളിക്കൊന്നും ഞങ്ങളില്ല. നമ്മൾ എന്തിനാ അയാളെ പേടിക്കണം? ആട്ടെ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതറിയാമോ? സമയം കിട്ടിയപ്പോൾ ഞാൻ അന്വേഷിച്ചു. അയാളുടെ പാരൻസിന്റെ റിലേഷൻഷിപ്പ് അത്ര സുഖമുള്ളതായിരുന്നില്ല. രണ്ടും രണ്ടു വഴിക്കായിരുന്നു. രാജീവാകട്ടെ അയാൾക്ക് തോന്നും വഴിയും നടന്നു. സ്വയം ഒതുങ്ങി ഒളിച്ചു, ലഹരിയിൽ കുടുങ്ങിയും കുറേയേറെ നാളുകൾ. പക്ഷേ അതൊന്നും പുറത്തു കാണിക്കാതെ തികഞ്ഞ മാന്യനായ അയാൾ ജീവിച്ചു. പലർക്കിടയിൽ അയാളുടെ ചൂണ്ടയിൽ കുരുങ്ങിയത് ലീനയായിരുന്നു. അവളെ അഭിലാഷിന് വിശ്വസിക്കാം. ഒത്തിരി സങ്കടങ്ങൾ നേരിടുന്ന ആ കുട്ടിയെ സ്വീകരിച്ചാൽ എന്നും നന്മയുണ്ടാവും. അപ്പോൾ അയാൾ പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കും.
അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? എന്ത് ഇത്ര സംശയം? പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ സഹയാത്രികനായി കൂടെ വരാൻ ദൈവം ആരെങ്കിലും അയക്കാതിരിക്കില്ല. റാഫി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇനി ലീനയെ വേണമോ വേണ്ടയോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ലീനെ നേരിട്ട് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എൻ്റെ യാത്രകളിൽ എനിക്ക് ലഭിക്കുന്ന അമൂല്യ വസ്തുക്കളാണിവ. ദാ ഇത് വെച്ചോളൂ. ഇതിൽ വിശുദ്ധ ജലമാണ്. കയ്യിലിരിക്കട്ടെ. നല്ല നല്ല സമ്മാനങ്ങളാണല്ലോ റാഫിയുടെ കയ്യിൽ. അത് ഇനി എന്തൊക്കെയാ കരുതിയിരിക്കുന്നത്? കുറെ ഉണ്ട്. ഇതും വിശേഷപ്പെട്ടതാ. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. നെല്ലിക്കയോ? ആ, എല്ലാം ശുഭമായി വരും. ചേട്ടാ, ഇത് കഴിച്ചോ? കഴിക്കാമോ? ഈ യാത്ര തോബിയാസിന്റെ യാത്ര പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. തോബിയാസോ? അതാര്? അച്ചാച്ചൻ പറ, കേൾക്കട്ടെ. റാഫിക്ക് അറിയാമോ ആ കഥ? കേൾക്കാം, പറഞ്ഞോളൂ. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം തോബിത്തിന്റെ ഒരു അധ്യായമുണ്ട്. BC 721 നിനവയിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദരിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു തോബിത്ത്. വിശ്വാസത്തിന്റെയും സുഹൃത ജീവിതത്തിന്റെയും മാതൃകയായിട്ടാണ് തോബിത്തിനെ അവതരിപ്പിക്കുന്നത്. മെഡിറ്ററേനിയൻ കടൽ തീരത്തോട് ചേർന്ന് കിടന്നിരുന്ന ചെറിയ ദേശമായിരുന്നു അസീറിയ. അവർ മോശയുടെ ന്യായപ്രമാണങ്ങൾ ഭാഗികമായി സ്വീകരിച്ചിരുന്നുള്ളൂ. പടയോട്ടത്തിന്റെയും പിടിച്ചുപറ്റലിന്റെയും കാലഘട്ടത്തിലാണ് യുദ്ധാനന്തരം തോബിത്തിനെയും കുടുംബത്തെയും അസറിയൻ രാജാവ് നിനവയിലേക്ക് നാടുകടത്തിയത്. സാഹചര്യവശാൽ തോബിത്തിന് ഭക്ഷ്യവിഭവങ്ങൾ സംഭരിക്കുന്ന ജോലിയാണ് കിട്ടിയത്. കുറെ സമ്പത്തും ഉണ്ടാക്കി. മോശയുടെ ന്യായപ്രമാണങ്ങൾ അക്ഷരം പ്രതി പാലിച്ച് ജീവിച്ച തോബിത്തിന് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ എന്നും താല്പര്യമായിരുന്നു. അർഹരായവർക്ക് ഭക്ഷണം കൊടുത്തു, ഉടുവസ്ത്രം നൽകി, നീതിപൂർവ്വം ആശ്വസിപ്പിച്ചു, ശുശ്രൂഷിച്ചു. പിന്നെയോ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ശവശരീരങ്ങൾ മറവ് ചെയ്യാനും തോബിത്ത് ശ്രമിച്ചിരുന്നു. ജെറൂസലേമിലേക്ക് പോയി ആഘോഷങ്ങൾ പങ്കുകൊള്ളുകയും ചെയ്തു പോന്നു. പ്രായപൂർത്തിയായപ്പോൾ തോബിത്തിന്റെ കുടുംബത്തിൽപ്പെട്ട അന്നയെ അയാൾ വിവാഹം കഴിച്ചു. തോബിയാസ് എന്ന മകനും ജനിച്ചു. നിനവയിലെ ജോലിക്കിടെ ഭക്ഷ്യശേഖരാർത്ഥം മേദിയ പോലുള്ള ഇടങ്ങളിലേക്കും തോബിത്തിന് പോകേണ്ടി വന്നു. അവിടെ വച്ച് ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായലിനെ തോബിത്ത് 10 താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. കാലം കടന്നുപോയി. മേദിയയിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ലാത്ത രാജവീഥിയിലൂടെ ആയതിനാൽ തോബിത്ത് ആ പോക്കും അവസാനിപ്പിച്ചു. അങ്ങനെയിരിക്കെ വിശുദ്ധമായൊരു പെന്തക്കൊസ്താ ദിനത്തിൽ ചില നാട്ടു സാഹചര്യങ്ങളാൽ നാട്ടിൽ നിന്ന് വിട്ടുനിന്നിരുന്ന തോബിത്തിന്റെ വരവ് പ്രമാണിച്ച് ബഹുമാനാർത്ഥം ഒരു സദ്യ നടത്തുകയായിരുന്നു. അയാൾ മകൻ തോബിയാസിനോട് പുറത്തേക്ക് പോയി ദൈവവിശ്വാസിയായ ഒരു സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞയച്ചു. അവൻ ആരെയും കണ്ടില്ല. എന്നാൽ തോബിത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കൊല ചെയ്യപ്പെട്ട് വഴിവക്കിൽ ഉപേക്ഷിക്കപ്പെട്ട വിവരം അവൻ അപ്പനെ അറിയിച്ചു. തോബിത്ത് മറ്റാരും അറിയാതെ പുറത്തുപോയി ആ ശവം മൂടിയിട്ടു. തിരികെ വന്ന് കുളിച്ച് ശുദ്ധിയായി സദ്യയിൽ പങ്കെടുത്തു. ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ ആ രാത്രിയിൽ ശവമെടുത്ത് തനിയെ മറവ് ചെയ്തു. അരഞ്ഞവർ വിലക്കി. വിശുദ്ധ ദിനത്തിൽ തോബിത്ത് ചെയ്ത് ന്യായമല്ലെന്ന് അവർ പറഞ്ഞു. രാജാവായ സെന്നാക്കരി പറഞ്ഞാൽ ശിക്ഷിക്കുമെന്നും അവർ ഭയന്നു. ശവസംസ്കാരം കഴിഞ്ഞ് തോബിത്ത് വീട്ടിനകത്ത് കയറാതെ പുറത്തെ അരമതിൽ കയറിക്കിടന്നു. മുഖം മൂടാതെ കിടന്നതുകൊണ്ട് മുഖത്ത് കുരുവികൾ കാഷ്ടിച്ചു. ആ ചുടുകാഷ്ടം വീണ് അയാൾ അന്ധനായി. പിന്നെ അയാളുടെ ഭാര്യ അന്നയായിരുന്നു പല ജോലികളും ചെയ്ത് കുടുംബം പുലർത്തിയത്. ഒരു ദിവസം മകനായ തോബിയാസിനെ അടുത്ത് വിളിച്ചിരുത്തി തോബിത്ത് ഉപദേശിച്ചു. ദാനധർമ്മങ്ങൾ മുടക്കരുത്, അമ്മയെ കഷ്ടപ്പെടുത്തരുത്, ഞങ്ങളുടെ മരണാനന്തരം ഒരിടത്തെ സംസ്കരിക്കാവൂ, സ്വന്തം ഗോത്രത്തിൽ നിന്നാവണം വിവാഹം എന്നൊക്കെ. സാമ്പത്തികമായ തകർച്ചകൾ ഇല്ലാതിരിക്കാൻ
മേദിയാലിലെ ഗബായിലെ ഏൽപ്പിച്ചിരുന്ന 10 താലന്ത് വെള്ളി നാണയങ്ങളെക്കുറിച്ചും അയാൾ സൂചിപ്പിച്ചു. അവകാശപ്പെട്ടതായതുകൊണ്ട് അത് തിരിച്ചു വാങ്ങി പോരുവാനും നിർദ്ദേശിച്ചു. മേദിയായിലേക്കുള്ള വഴി ദുർഘടം പിടിച്ചതായതുകൊണ്ടും അപകടം പതിയിരിക്കുന്നതുകൊണ്ടും തോബിത്ത് യാത്രയായാൽ മരണം ഉറപ്പാകുമെന്ന് അമ്മ ഭയന്നു. തോബിത്ത് അന്നയെ ആശ്വസിപ്പിച്ചു. മകന് കൂടെ പോവാൻ ഒരാളെ കണ്ടെത്തി വരുവാൻ അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് തോബിയാസിന് ഇതുപോലെ മിടുക്കനായൊരു കൂട്ട് കിട്ടിയത്. എന്നെ പോലെയോ? അതെ, ഒരു നാടോടിയെ പോലെ വളർത്തുനായുമായി ഒരുവൻ, അസ്രിയാസ്. അസറിയാസ്? അതായിരുന്നു അവന്റെ പേര്. ഓ, റാഫി എന്നാവാഞ്ഞത് ഭാഗ്യം. അസ്രിയാസ് പൊരുത്തമുള്ളവനാണോ എന്നറിഞ്ഞതിന് ശേഷമായിരുന്നു തോബിത്ത് മന്നയും മകനെ അവന്റെ ഒപ്പം വിട്ടത്. നല്ല പ്രതിഫലവും നൽകാമെന്നേറ്റു. കരുതലോടെ, പ്രാർത്ഥനയോടെ തോബിയാസും കൂട്ടുകാരനായ അസ്രിയാസും അവന്റെ വളർത്തുനായും യാത്ര തുടങ്ങി. ഇടയ്ക്കവർ ടൈഗ്രിസ് നദിയുടെ തീരത്തെത്തി. ക്ഷീണം മാറ്റാൻ, ദേഹശുദ്ധി വരുത്താൻ തോബിയാസ് നദിയിലേക്ക് ഇറങ്ങി. അപ്രതീക്ഷിതമായി അയാളെ ആക്രമിച്ചുകൊണ്ട് വലിയൊരു മത്സ്യം പൊങ്ങി വന്നു. അതിനെ പിടിച്ച് കരയ്ക്കെറിയാൻ പേടിച്ചുപോയ തോബിയാസിനോട് അസ്രിയാസ് വിളിച്ചു പറഞ്ഞു. ഒരു വിധത്തിൽ അവനത് ചെയ്തു. നായ മത്സ്യത്തെ വട്ടം ചുറ്റി നിന്നു. അവർ ആ മത്സ്യത്തെ വെട്ടിമുറിച്ചു. ചങ്കും കരളും കൈപ്പയും വെവ്വേറെയാക്കി പൊതിഞ്ഞു കെട്ടി സൂക്ഷിക്കാൻ അസ്രിയാസ് പറഞ്ഞു. മത്സ്യമാംസം അവർ പൊരിച്ച് തിന്നുകയും ചെയ്തു. എനിക്കിതേ ചങ്ങാതി എന്ന് കുരിശുമാലയും ഒരു ഡപ്പ് വിശുദ്ധജലവുമാണ്. പിന്നെ ദേ നെല്ലിക്ക. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്തു. ഒന്ന് ശ്രമിച്ചാൽ മീൻ പിടിച്ച് പൊരിച്ച് കഴിക്കാട്ടോ. അത് നമുക്ക് വേറൊരു വരവ് വരാം. യാത്രയുടെ സായാഹ്നത്തിൽ അസ്രിയാസിന്റെ പരിചയക്കാരനായ രഘുവേലിന്റെ വീട്ടിൽ അന്നേ ദിവസം ചെലവഴിക്കാമെന്ന് അവൻ പറഞ്ഞു. തോബിയാസ് സമ്മതിച്ചു. രഘുവേലിനെയും ഭാര്യ യതിനയെയും സുന്ദരിയായ മകൾ സാറയെയും അയാൾക്കറിയാമായിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കേട്ട പ്രകാരം സാറയെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നില്ല ഉണ്ടായിരുന്നത്. തോബിയാസിന്റെ സംശയവും പേടിയും മാറ്റാൻ ഏത് അപകടഘട്ടങ്ങളിലും രക്ഷയായി താൻ കൂടെ ഉണ്ടാവുമെന്ന് അസ്രിയാസ് ധൈര്യം കൊടുത്തു. നായുടെ കുര കേട്ട് രഘുവേൽ പുറത്തെത്തി. തോബിയാസുമായി അവർ പരിചയപ്പെട്ടു, അഥവാ പരിചയം പുതുക്കി. അവിടെ വെച്ച് തോബിയാസ് സാറയെ കാണുകയും അവളിൽ തൽപരനാവുകയും ചെയ്തു. എന്നാൽ അവളെ വിടാതെ പിന്തുടരുന്ന ശാപത്തെക്കുറിച്ചും അവർ വളരെയേറെ ദുഃഖത്തോടെ സംസാരിച്ചു. ഓരോ വിവാഹരാത്രികളിലായി അതുവരെ 7 ഭർത്താക്കന്മാരാണ് അസ്പദേവൂസ് എന്ന പിശാചിനാൽ കൊല്ലപ്പെട്ടത്. ആ കുടുംബത്തിന്റെ ദയനീയമായ പരിതസ്ഥിതിയിൽ മനം നൊന്ത തോബിയാസിന് ധൈര്യമായി അയാളുടെ കൂട്ടുകാരൻ അപ്പോഴും ഉണ്ടായിരുന്നു. നല്ല മുഖപരിചയം. എവിടെ വെച്ച കണ്ടെന്ന് ഒരു പിടിയില്ല. എടോ ചേട്ടാ, തനിക്ക് ആ ചായ കൊടുത്താ പോരെ, വേണ്ടാത്ത കാര്യത്തിന് തല പോയിക്കണോ? ആഹാ, ഒന്ന് പരിചയപ്പെടാന്ന് വെച്ചതായോ എന്റെ തെറ്റി. ചേട്ടാ, ചായക്ക് നല്ല മധുരം. വേണമെങ്കിൽ മാറ്റിത്തരാം, ഏയ് അല്ലെങ്കിൽ കഴിച്ചോ. ചിലരുടെ കയ്പൊക്കെ നിങ്ങളുടെ ഇറങ്ങട്ടെ. നമ്മുടെ കളി. അങ്ങനെ സാറായും തോബിയാസുമായുള്ള നിശ്ചയം അന്ന് തന്നെ നടന്നു. രഘുവേൽ ആനന്ദിച്ചു. അവർ നല്ല നല്ല വിഭവങ്ങൾ തയ്യാറാക്കി കഴിച്ചു. ഏതിന് കിടപ്പുമുറി ഒരുക്കി. തോബിയാസും സാറയും കിടപ്പുമുറിയിലേക്ക് കയറിയപ്പോൾ അസ്രിയാസും ഒപ്പം ചെന്നു. 3 ദിവസം പ്രാർത്ഥനയിൽ മുഴുകാനും ധൂപക്കുറ്റിയിൽ കരുതി വെച്ച മത്സ്യത്തിന്റെ ചങ്കും കരളും മുറിച്ചിട്ട് പുകയ്ക്കാനും അവൻ നിർദ്ദേശിച്ചു. ആ മുറിയാകെ പുക നിറഞ്ഞു. അസ്രിയാസും നായും മുറിക്ക് പുറത്ത് കാവൽ കിടന്നു. അന്നും ആ ദുർഭൂതമോടെ എത്തി. സാറയെ സ്വന്തമാക്കാൻ ആരെയും അനുവദിക്കില്ലായിരുന്നു.
പക്ഷേ ഇത്തവണ അവന്റെ നിഗമനം തെറ്റി. മുറിയിലും പുറത്തും വ്യാപിച്ച ഗന്ധം സഹിക്കാനാവാത്ത വിധം പിശാചിനെ ശ്വാസം മുട്ടിച്ചു. കാവൽ നായും മസ്ത്രിയാസും എസ്മദേവൂസ് എന്ന പിശാചിനെ കടന്നു പിടിച്ചു. ദൂരെ മണൽക്കാട്ടിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടു. ഈജിപ്ഷ്യൻ മണക്കാട്ടിൽ. ഇതൊന്നും അറിയാതെ 7 ഭർത്താക്കന്മാരെ പോലെ തോബിയാസും സ്വന്തം ജീവിതം ബലിപ്പിശാചിന് കൊടുക്കേണ്ടി വരുമെന്ന് ഭയന്ന റഘുവേൽ മരുമകന്റെ ശവം പിറ്റേന്ന് അതിരാവിലെ മറവ് ചെയ്യാൻ ഒരുങ്ങി കുഴിയെടുത്തു. രാത്രി വൈകിയപ്പോഴോ എതിന് മണിയറയിൽ പോയി മകളുടെയും മരുമകന്റെയും നിലയറിഞ്ഞു വരാൻ വേലക്കാരിയെ നിയോഗിച്ചു. അവരുടെ ചിന്തകൾക്ക് വിപരീതമായി എല്ലാം നേരെയാക്കി അന്നും സൂര്യൻ ഉദിച്ചു. അവിടെ സന്തോഷമല്ലതല്ലേ. കല്യാണം കെങ്കേയമായി നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിവെച്ചു. ഗോത്രനിശ്ചയപ്രകാരം ഒരാഴ്ചയോളം പോരുന്ന ചടങ്ങുകൾക്ക് മുൻപ് ചെയ്തു തീർക്കേണ്ട കടമകളെക്കുറിച്ച് തോബിയാസ് ബോധവാനായി. ഗബായിൽ നിന്നും വെള്ളി തിരികെ വാങ്ങാനും ദുഃഖിതരായി കാത്തിരിക്കുന്ന മാതാപിതാക്കളെ എത്രയും വേഗം കാണുവാനും അയാൾ തിടുക്കം കൂട്ടി. റഘുവേൽ സമാധാനിപ്പിച്ചു. മാതാപിതാക്കളെ എത്രയും വേഗം കാര്യങ്ങൾ ദൂതനെ വിട്ടറിയിച്ചു കൊള്ളാമെന്നും പോയി ഗബായലിന്റെ പക്കൽ നിന്നും വെള്ളി തിരികെ വാങ്ങാനും റഘുവേൽ അവനെ അനുസരിപ്പിച്ചു. മുദ്ര പോലും പൊട്ടിക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ സുഹൃത്തിന്റെ പണം ഗബായൽ തോബിയാസിന് നൽകി. തോബിത്തിനോട് അന്വേഷണവും പറഞ്ഞു. കല്യാണത്തിന് ആശംസകൾ നേർന്നു. എല്ലാം മംഗളമായി നടന്നു. തോബിയാസും വധു സാറയും അസ്ത്രിയാസും അവന്റെ നായും വേണ്ടപ്പെട്ടവരും സമ്മാനങ്ങളൊക്കെയായി തിരികെ അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി, നിനവയിലേക്ക്. അതുപോലൊരു ആഘോഷം അഭിലാഷിന് കാണുമായിരിക്കുമല്ലേ? ലീന തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ആ ഭാഗ്യവതി? അച്ചാച്ചാ, ബാക്കി കേൾക്കട്ടെ. അങ്ങനെ അവർ തിരിച്ച് നിനവയിലെത്തി. എന്നാൽ വീടെത്തും മുമ്പ് തോബിയാസും അസ്ത്രിയാസും എല്ലാവർക്കും മുമ്പേ അങ്ങോട്ടെത്തി. തോബിത്തും അന്നയും മകനെ ആശ്ലേഷിച്ച് സന്തോഷിച്ച് കരഞ്ഞു. അസ്ത്രിയാസിന്റെ നിർദ്ദേശപ്രകാരം തോബിയാസ് അപ്പന്റെ കണ്ണിനുമേൽ കൈപ്പനീർ തേച്ചു. തിമരപ്പാടുകൾ പൊഴിഞ്ഞുപോയി. തോബിത്തിന് കാഴ്ചയും വീണ്ടും കിട്ടി. സാറയും തോബിയാസും മാതാപിതാക്കളെ നമസ്കരിച്ചു. അവരനുഗ്രഹിച്ചു. എങ്ങും ആനന്ദമലതല്ലേ. അപ്പോഴാണ് തോബിത്ത് മകന്റെ സഹയാത്രികനായ അസ്ത്രിയാസിന് നൽകാനുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിച്ചത്. തോബിയാസ് ആ കൂട്ടുകാരൻ്റെ പ്രവൃത്തികളെപ്പറ്റി വാദോരാതെ പ്രകീർത്തിച്ചു. തനിക്കുള്ളതിൻ്റെ പാതിയും അവകാശപ്പെടാൻ അർഹതയുള്ള ആളാണ് അസ്ത്രിയാസ് എന്ന് അവൻ പറഞ്ഞു വെച്ചു. എല്ലാം കേട്ട് അസ്ത്രിയാസ് പുഞ്ചിരിച്ചു. എന്നിട്ട് അവരോടായി ഇങ്ങനെ വെളിപ്പെടുത്തി: ദൈവമായ കർത്താവിൻ്റെ തീരുമാനപ്രകാരമാണ് ന്യായപ്രമാണങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്യുന്ന റൂബിത്തിൻ്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ ഈ കുടുംബത്തിലേക്ക് എന്നെ അയക്കണമെന്ന് നിശ്ചയമുണ്ടായത്. കർത്താവ് നിങ്ങളിൽ സംതൃപ്തനാണ്. നന്ദിയോടെ അവിടത്തെ സ്നേഹിക്കുക, ആദരിക്കുക. നിങ്ങൾ സംരക്ഷിക്കപ്പെടും. ഞാൻ അസ്രിയാസോ അല്ല, ദൈവസന്നിധിയിലെ 7 മാലാഖമാരിലൊരുവനായ റഫായലാകുന്നു. ആ സുന്ദരമായ നിമിഷത്തിൽ അനർഘമായ ദൈവസാന്നിധ്യത്തിൽ ആ കുടുംബം ദൈവസ്തുതികൾ പാടി. പിന്നെയും കാലം കടന്നുപോയി. വചനങ്ങൾ സത്യമായി സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇതണ്ടൊക്കെ മനസ്സിലായി. പക്ഷെ ഈ ചെങ്ങാതിയും മാലാഖയും പൊരുത്തപ്പെട്ടു പോകുന്നു തോന്നുന്നില്ല. അഭിലാഷേ, നല്ലൊരു മാലാഖയെ കൂട്ടിക്കിട്ടാൻ നന്നായി പ്രാർത്ഥിച്ചോ. ആ മാലാഖയൊന്നും അല്ലല്ലോ അല്ലേ? മോളെ,
ദേ അവര് വന്നു. നല്ല മഴയായിരുന്നത്രേ, അതാ താമസിച്ചത്. ചെല്ലേ, ഒക്കെ മറന്നിട്ട് നല്ല പെണ്ണായി ചെല്ലേ. നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞിട്ടാണല്ലോ ചെക്കനും കൂട്ടരും വന്നിരിക്കുന്നത്. മടിക്കണ്ട, ഇത് നടക്കും. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അയാൾ അറിഞ്ഞാൽ സമ്മതിക്കില്ല. ഇത് മുടക്കാൻ അയാൾ എന്തും ചെയ്യും. എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കണ്ട. ഇരുട്ട് മാറിപ്പോട്ടെ, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. അതെ, ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്ന് ഞാൻ ആ ജീപ്പ് നോക്കട്ടെ. നിങ്ങൾ പള്ളി ചുറ്റുമ്പോഴേക്കും ഞാനിങ്ങ് എത്തിയേക്കാം. ആ ശരി. അപ്പൊ പിന്നെ എല്ലാം നിശ്ചയിച്ച പ്രകാരം നടക്കട്ടെ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് കയറാം. അയ്യോ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയല്ലോ. ഇതൊരു തീർത്ഥാടനവും ആയിക്കോട്ടെ. രാത്രിയുടെ തെളിമയിൽ പള്ളി കാണുക ഒരു പ്രത്യേക അനുഭവമായിരിക്കും. അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആ റാഫി എവിടെ? അയാളെ ഒന്നും കണ്ടില്ലല്ലോ. നല്ല കാര്യം. കക്ഷിക്ക് ഊരും വരുന്നതിന് ശരിക്കില്ല. ആ പള്ളി വിരുദ്ധങ്ങാനും കാണും. ശരി, ഞാൻ പോയി. ഈശോയെ, ആ, ഇതാണ് ഞങ്ങളുടെ ഇടവപ്പള്ളി, സ്നാപക യോഹന്നാന്റെ ദേവാലയം. ഈ കൊടിമരം കൊള്ളാലോ. ആ, ഇതുപോലും ചരിത്രത്തിന്റെ ഭാഗമാകുന്ന വിസ്മയ കാഴ്ചയാണ്. 150 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഈ പള്ളി വരാപ്പുഴ അതിരൂപതയുടെ കീഴിലാണല്ലേ? അതെ, ഏറെ കൗതുകകരവും ഒരുപാട് പ്രത്യേകതകളുമുണ്ട് ഈ പള്ളിയുടെ പശ്ചാത്തലത്തിൽ. വാ, നമുക്കൊന്ന് പോയി കാണാം. വാ. മുൻകാലങ്ങളിൽ ഇടപ്പള്ളി സ്വരൂപം അഥവാ കരയുടെ ഭാഗങ്ങളിൽ ഒന്നായിരുന്നു പാലാരിവട്ടവും. അന്നൊക്കെ ഇതൊരു കാട്ടുപ്രദേശമായിരുന്നു. വളക്കൂറുള്ള മണ്ണ്, തോടുകൾ, കുടിയേറ്റക്കാർ, പല ജാതി മൃഗങ്ങൾ, പറവകൾ, അങ്ങനെ അങ്ങനെ. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരിക്കാം മനുഷ്യവാസം ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും കാട് നാടായി, ജീവിതം പച്ചപിടിച്ചു. അവരുടെ ചിന്തകളിൽ പള്ളിയും പട്ടക്കാരും ഒക്കെ സ്ഥാനം പിടിച്ചു. അകലെയായിരുന്ന ഇടപ്പള്ളി പള്ളിയും തുറമുഖമാതാവിൻ്റെ പള്ളിയും ചാത്യാത്ത് പള്ളിയും വിട്ട് തങ്ങളുടെ പ്രദേശത്തൊരു പള്ളി എന്ന ആഗ്രഹം അവർ വെച്ചു പുലർത്തിക്കൊണ്ടേയിരുന്നു. അക്കാലത്ത് നായർ പ്രഭുക്കന്മാരിൽ നിന്നും അവകാശം വാങ്ങിയ കുറച്ച് സ്ഥലം പള്ളത്ത് വർക്കി മണുവേൽ പള്ളി വയ്ക്കുവാൻ വേണ്ടി ദാനം ചെയ്തു. കൂട്ടത്തിൽ പറമ്പിനോട് ചേർന്നുള്ള ഒരു പുരയിടം കൂടി ആത്മീയ കാര്യങ്ങൾക്കായി വിട്ടുകൊടുത്തു. ഏതാണ്ട് 1800-നോടടുത്തായിരുന്നു അത് സംഭവിച്ചത്. ഇപ്പോൾ മൂടിപ്പോയ ചേടാങ്കുന്നേൽ കുളത്തിൻ്റെ തെക്ക് അല്പം കിഴക്ക് മാറി നാട്ടുകാർ ചേർന്ന് ഓലയും മുളയും ഒക്കെ കൊണ്ടൊരു കൊച്ചു പള്ളിയും പണിതുണ്ടാക്കി. പാലാരിവട്ടം മാർ യോഹന്നാൻ മംദാനയുടെ കുരിശുപള്ളി എന്നാണ് പേരിട്ടത്.
യൂറോപ്യൻ കർമ്മലിത്ത സഭയിലെ വൈദികരാണ് അന്ന് തിരുക്കർമ്മങ്ങൾ ചെയ്യാൻ വന്നിരുന്നത്. 1820 ആയപ്പോഴേക്കും കുരിശുപള്ളി സാമാന്യം വലിയൊരു പള്ളിയായി മാറ്റപ്പെട്ടു. നാനാജാതി മതസ്ഥരായ പ്രദേശവാസികൾ അതിനായി അണിചേർന്നു. കൂട്ടത്തിൽ നായർ പ്രഭു കുടുംബങ്ങളിലെ മഹാരഥന്മാരും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. കായൽ വഴിയും കാളവണ്ടിയിലും തലച്ചുമടേറ്റിയും ശരിക്കും അതൊരു പ്രയത്നം തന്നെയായിരുന്നു. ശ്രമദാനത്തിന് വന്നവർക്ക് പാച്ചോറും ചക്കരക്കാപ്പിയുമായിരുന്നു പ്രിയപ്പെട്ട ആഹാരവസ്തുക്കൾ. അതിൻ്റെ ഒരു ഓർമ്മ നിലനിർത്താൻ ഇന്നും പാച്ചോറ് വിതരണവും മറ്റും നടക്കാറുണ്ട്. 1849 വെഞ്ചരിപ്പ് നടത്തി. വെരാപ്പള്ളി വികാരിയാത്തിലെ വികാരി അപ്പോസ്തലിക്ക ഡോക്ടർ ലുദിവിക്കോ മാർട്ടിനി ഓഫ് സെന്റ് ത്രേസിയായിരുന്നു വെഞ്ചരിപ്പ് നടത്തിയത്. ഗോഥിക് മാതൃകയിലുള്ള അന്നത്തെ പള്ളിയുടെ മുഖവാരം ശ്രദ്ധേയമായിരുന്നു. നിരവധി ശില്പങ്ങളും പള്ളിമണിയും ആ മുഖവാരത്തെ മോടിയാക്കി. പിന്നെയും ഒരുപാട് പുരോഗതികൾ പള്ളിക്കും നാടിനുമുണ്ടായി. 1870 സ്വതന്ത്ര ഇടവകയായി. 1881 വരെ സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്നാണ് വൈദികർ പാലാരിവട്ടം പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അവർ പള്ളിയിൽ താമസിച്ചു. അങ്ങനെ പള്ളിയോഗവും ദർശന സമൂഹവും നിലവിൽ വന്നു. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ കൊംബ്രേരിയെ തുടർന്നാണ് 1871 റാഫേൽ മാലാഖയുടെയും 1874 അമലോത്ഭവ മാതാവിന്റെയും കൊംബ്രേരിയ സ്ഥാപിതമായി. പള്ളത്ത് മണുവേൽ ഡിക്കോസ്ത അച്ഛനാണ് 1913 വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുസ്വരൂപം സംഭാവന ചെയ്തത്. അൾത്താരയിൽ ഇന്ന് ഈ 3 രൂപങ്ങളും ഒരേ പ്രാധാന്യത്തോടെ വണങ്ങപ്പെടുന്നു. ഈ റാഫേൽ മാലാഖയുടെ സാന്നിധ്യവും അല്ലെങ്കിൽ തിരുസ്വരൂപവും കൊംബ്രേരിയുമൊക്കെ സ്ഥാപിക്കപ്പെടുവാനുള്ള സാഹചര്യം എങ്ങനെയാണുണ്ടായത്? അതിനൊരു വ്യാഖ്യാനമുണ്ട്. തമ്മനം പരിസരങ്ങളിൽ പാർത്തിരുന്ന പാലാതുരുത്തി കുടുംബക്കാർക്ക് കൊപ്ര കച്ചവടം ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരിയിൽ വെച്ച് കുറെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവർക്കൊരു രൂപം കിട്ടി. അന്നത്തെ ഒരു സാഹചര്യം വെച്ച് കച്ചവടത്തിനും ദേവാലയം സ്ഥാപിക്കുന്നതിനുമായി വന്നെത്തിയ പോർച്ചുഗീസുകാരിൽ നിന്നും വീണുപോയതാവാം ആ രൂപം. അത് വീട്ടിൽ കൊണ്ടുവന്നതോടുകൂടി അപ്രതീക്ഷിതമായ പല അത്ഭുതങ്ങളും അവിടെ നടക്കുകയുണ്ടായി. ആൾക്കൂട്ടമായി അത് റാഫേൽ മാലാഖയുടെ രൂപമാണെന്ന് തിരിച്ചറിഞ്ഞു. വീട്ടുകാർ മാലാഖയെ സ്വപ്നത്തിൽ കണ്ടു. അതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഏതെങ്കിലും പള്ളിയിലേക്ക് ആ രൂപം മാറ്റാനുള്ള ഒരുക്കങ്ങളായി. നറുക്കിലൂടെ ആ ഭാഗ്യം സിദ്ധിച്ചത് ഈ പള്ളിക്കാ. കുടുംബക്കാരനായ മണുവേൽ പരീക്ക വറീതാണ് 1860 ഈ രൂപം പള്ളിക്ക് കൈമാറിയത്. അതോടെ റാഫേൽ മാലാഖയുടെ അത്ഭുതങ്ങൾ ഇവിടുത്തെ വിശ്വാസികളായ നാട്ടുകാർക്കും അറിഞ്ഞെത്തിയവർക്കും ലഭ്യമായി തുടങ്ങി. വിശുദ്ധ റാഫേൽ മാലാഖയുടെ എഴുന്നള്ളത്ത് ദർശിക്കാൻ നിരവധി ഭക്തരാണ് പെരുന്നാൾ ദിനത്തിൽ പള്ളിയിലേക്ക് എത്തുന്നത്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് താമസം വിന അറുതി കൊടുക്കുന്ന വിശുദ്ധന്റെ മുന്നിലേക്ക് തൊണ്ടവീക്കം, നത്ത്, പുള്ള് എന്നിവയുടെ ആകൃതിയിൽ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത കാണിക്കകൾ പലരും അർപ്പിച്ചിരുന്നു. എഴുന്നള്ളത്ത് നടക്കുമ്പോൾ ചേടാങ്കുന്നേൽ കുളത്തിൽ നിന്ന് ഒരു സ്വർണ്ണ മത്സ്യം പൊങ്ങി വന്നിരുന്നെന്നും അതിനെ പിടിക്കാൻ തട്ടുകെട്ടി ചിലർ കാത്തിരുന്നെന്നും ഐതിഹ്യമുണ്ട്. അങ്ങനെയാവണം വിശുദ്ധ സ്നാപക യോഹന്നാന്റെ നാമധേയത്തിലുള്ള ഈ പള്ളി പാലാരിവട്ടത്തെ വിശുദ്ധ റാഫേൽ മാലാഖയുടെ തീർത്ഥാടന കേന്ദ്രമായി പരിണമിച്ചത്. വെള്ളിയാഴ്ചകളിൽ റാഫേൽ മാലാഖയുടെ നൊവേനയും തുടങ്ങിയത് ഇവിടെയാണ്. കർമ്മലെ മാതാവിന്റെ തിരുവത്തിരിയ സഖ്യമാണ് ഈ പള്ളിയിൽ 1901 ആരംഭിച്ച ഭക്തസംഘടന. ആഘോഷങ്ങളും ആരാധനയും വിരുന്നുമൊക്കെ ഒരു നാടിന്റെ തന്നെ ഉള്ളൊരുക്കവും നിശ്ചയദാർഢ്യവുമായി പ്രഖ്യാപിക്കപ്പെട്ടു. സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ശ്രമദാനങ്ങൾക്കും ഫലമുണ്ടായി. പള്ളിയോടൊപ്പം ഈ നാടും വളർന്നു. 1860കളിൽ പഴയ പള്ളിയുടെ ഭാഗമായിരുന്ന സെമിത്തേരി 1932 ആയപ്പോൾ ഈ കാണുന്ന തെരുവ് പറമ്പിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. പ്രാർത്ഥനയുടെയും അത്ഭുതങ്ങളുടെയും നിറകുടമായി വിളങ്ങി നിന്ന പാലാരിവട്ടം പള്ളി നാട്ടുകൂട്ടത്തിന്റെ താൽപര്യപ്രകാരം അധികാരികളുടെ അംഗീകാരത്തോടെ 1977 ഡിസംബർ 8 ശിലയിട്ട് പുതുക്കിപ്പണിയാൻ ആരംഭിച്ചു. പോൾ വാളേപ്പിള്ളി അച്ഛനാണ് നടപടികൾക്ക് നേതൃത്വം കൊടുത്തത്. ജോസഫ് ഓലപ്രത്ത് അച്ഛനോടൊപ്പം പുനർനിർമ്മാണ പ്രവർത്തനത്തിനായി നാട്ടുകൂട്ടം ഒപ്പം നിന്നു. മോൺസിഞ്ഞോർ എമ്മാനുവൽ ലോപ്പസ് അച്ഛനാണ് കല്ലിട്ടത്. ഇവിടുത്തെ ഓരോ ഇടവകക്കാരൻ്റെയും പ്രദേശത്തെ മറ്റിതര മതസ്ഥരുടെയും കറകളഞ്ഞ സഹായവും സന്നദ്ധതയും കൊണ്ടാണ് ഇന്നത്തെ പള്ളി രൂപം കൊള്ളുന്നത്.
1983 ജനുവരി 30-നാണ് വരാപ്പുഴയുടെ അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ഡോക്ടർ ജോസഫ് കേളന്തറ ഈ പള്ളി ആശീർവദിക്കുന്നത്. നിർഭയനായ യോഗ്യവൈദ്യൻ വിശുദ്ധ സ്നാപയോഹന്നാന്റെ ധൈര്യവും ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് സകലരെയും നയിക്കുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ വാത്സല്യവും സർവോപരി ദൈവത്തിന്റെ മുഖ്യദൂതനും സഹയാത്രികനുമായ വിശുദ്ധ റാഫേൽ മാലാഖയുടെ കരുതലും ഒരുമിച്ചുള്ള ഈ മണ്ണിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് അഭിലാഷിനിതൊരു നിയോഗമായി മാറ്റപ്പെട്ടതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. മോനെ, സധൈര്യം നീ തീരുമാനിക്കുക. തടസ്സങ്ങൾ താനെ വീണടിയും. ആ റാഫിയെ കണ്ടില്ലല്ലോ. അതിനി പ്രതീക്ഷിക്കണമെന്നില്ല. നമ്മുടെ സംസാരത്തിനിടയിൽ പലപ്പോഴും നിങ്ങൾ ഏതോ റാഫിയെ കുറിച്ച് പറയുന്നു. ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. ആരാണ് അയാൾ? അല്ല, റാഫിക്ക് നിങ്ങളെയൊക്കെ നന്നായി അറിയാമെന്നാണല്ലോ പറഞ്ഞത്. ബന്ധുവാണെന്നും കേട്ടു. ബന്ധുവോ? അങ്ങനെ ഒരു റാഫി ഞങ്ങളുടെ കുടുംബത്തിലില്ല. എന്തെങ്കിലും പുലിവാലാവോ? അങ്ങനെയൊന്നുമില്ല. ലീനയെക്കുറിച്ചും അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അയാൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. ഒരു പരിധിവരെ എൻ്റെ മനസ്സിലെ സംശയങ്ങൾ അകറ്റാനും റാഫിക്ക് കഴിഞ്ഞു. അതാരാ അങ്ങനെ ഒരാൾ? പോട്ടെ, എങ്ങനെയെങ്കിലും ഒരു പരിചയക്കാരനാവാം. നല്ല ആളാ. വരുന്ന കൂടെ പോണ്ടേ? എനിക്ക് കേൾക്കാം. ഇപ്പൊ പോയിക്കോളൂ, ഞാനുണ്ടാകും കൂടെ. ഓക്കെ.